ഒരു ആകാംക്ഷിയായ മനുഷ്യൻ മരണപ്രവചന യന്ത്രത്തിൽ കൈയിടുന്നു. താൻ എങ്ങനെ മരിക്കുമെന്ന് അയാൾക്ക് അറിയണമായിരുന്നു. എന്നാൽ കാർഡിൽ ഒരു കരടിയുടെ ചിത്രം മാത്രമാണ് കാണിച്ചത്. ഇത് കണ്ടതും അയാളുടെ മുഖം വിളറിവെളുത്തു. കാരണം ചെറുപ്പം മുതലേ കരടികളോട് അയാൾക്ക് ഭ്രാന്തായിരുന്നു. ഇപ്പോൾ അതേ കാര്യം അയാളെ ഭയപ്പെടുത്താൻ തുടങ്ങി. വെള്ളം കുടിക്കുമ്പോൾ പോലും അതിൽ കരടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമുണ്ടോ എന്ന് അയാൾ പലതവണ ചിന്തിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 2 ദിവസമായി അയാൾ ഒരു പോർസലൈൻ പാവയെപ്പോലെ ഓരോ ചുവടും ശ്രദ്ധയോടെ വയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ ഭാര്യ മനോഹരമായ ടെഡിബെയർ ആകൃതിയിലുള്ള ജെല്ലികൾ ഒരു ട്രേയിൽ കൊണ്ടുവരുന്നത്. അത് കണ്ടതും അയാളുടെ ശരീരം തണുത്തുറഞ്ഞു. ഭയാനകമായ മരണത്തിന്റെ ദൃശ്യങ്ങൾ അയാളുടെ മനസ്സിലൂടെ ഓടിമറഞ്ഞു. അയാളെ അല്പം റിലാക്സ് ചെയ്യാൻ ഭാര്യ അയാളെ നടക്കാൻ കൊണ്ടുപോയി. എന്നാൽ അവിടെയും ഒരു ത്രില്ലർ സിനിമയിലെ നായകനെ പോലെ ഓരോ ചലനവും അയാൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ അയാൾ കൂടാരത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തിറങ്ങിയപ്പോൾ ആദ്യമായി അയാൾക്ക് ആശ്വാസമായി. ഇപ്പോൾ അയാൾ മിഷിനെ കളിയാക്കാൻ തുടങ്ങി. അതെല്ലാം ഒരു നുണയായിരുന്നു എന്ന് ചിന്തിച്ചു. വീട്ടിലെത്തിയ ഉടൻ യാതൊരു വിഷമവുമില്ലാതെ അയാൾ തന്റെ പ്രിയപ്പെട്ട തേൻ പലഹാരം കഴിച്ചു. എന്നാൽ യഥാർത്ഥ അപകടം അവിടെ പതിയിരിക്കുന്നുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. ഒരു യഥാർത്ഥ കരടി അവനുവേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിധിയിലെഴുതിയ മരണത്തിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഭാവനകളും കണ്ടിരുന്ന ഒരു പെൺകുട്ടി യന്ത്രം പരീക്ഷിക്കുന്നു. അപ്പോൾ അവൾ സമയയാത്രയിൽ മരിക്കുമെന്ന് ഫലം വരുന്നു. ഒരു വലിയ സമ്മാനം കിട്ടിയതുപോലെ അവൾ സന്തോഷത്താൽ തുള്ളിച്ചാടി. അവൾ ഉടൻ തന്നെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കൂട്ടുകാരിയോടെല്ലാം പറഞ്ഞു. എന്നാൽ അവളുടെ കൂട്ടുകാരി അവളെ വളരെ തണുത്ത നോട്ടത്തോടെ നോക്കി. എന്നിട്ട് അടുത്തു വെച്ചിരുന്ന അലാറം ക്ലോക്ക് എടുത്ത് അവളുടെ തലക്കടിച്ചു. അടി നേരിട്ടുകൊണ്ടു പെൺകുട്ടി അവിടെ ബോധരഹിതയായി വീണു. അപ്പോൾ അവളുടെ കൺമുന്നിൽ ഒരു വിചിത്രമായ പച്ച വെളിച്ചം മിന്നിമറഞ്ഞു. അടുത്ത നിമിഷം അവൾ ഒരു പഴയ യുദ്ധക്കളത്തിലെത്തി. ചുറ്റും പൊടിയും പുകയുമുണ്ടായിരുന്നു. കുന്തങ്ങളുമായി സൈനികരും. എന്താണ് സംഭവിക്കുന്നതെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായില്ല. ആരോ അവളുടെ ജീവിതം എന്നേക്കുമായി തടസ്സപ്പെടുത്തിയതുപോലെ തോന്നി. ഒരിക്കൽ കൂടി ആ യന്ത്രം ഒരിക്കലും കള്ളം പറയില്ലെന്ന് തെളിയിക്കപ്പെട്ടു. രീതി അല്പം കൂടി കടുപ്പമുള്ളതാണെന്ന് മാത്രം.